എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു ഓഫീസിലേക്കോ ഒരു ജോലി സ്ഥലത്തേക്കോ ഒക്കെ നമ്മളൊരു സാരി ഉടുത്ത് എത്ര പെർഫെക്റ്റായിട്ട് സാരി ഉടുത്തങ്ങ് പോവാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഓഫീസിലിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സാരിയൊക്കെ നല്ല ഫിറ്റായിട്ട് അനങ്ങാതെ എങ്ങനെ ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം സാധാരണ ഒരു നോർമലായിട്ടുള്ളൊരു സാരി ഉടുക്കൽ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ പറയാനുള്ളത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഓഫീസിലേക്കോ മറ്റെവിടെ ജോലി സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നവർ ഉടുത്തിട്ട് പോകുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ഒന്ന് ഉടുത്ത് കാണിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ, ഈ പാലക്കാടിലിരുന്നുകൊണ്ട് ഒരു സാരി ഉടുത്ത് കഴിയുമ്പോഴത്തേക്കും വേർത്ത് വെള്ളത്തിലേക്ക് കിടക്കുവാണ്. എന്തായാലും നമുക്ക് സാരി ഉടുക്കുന്ന ആ ഒരു പ്രോസസ്സിലേക്ക് പോവാം. സാരി ഉടുത്ത് തുടങ്ങാം. നമ്മുടെ എപ്പിസോഡ് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാരി ഉടുക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്ന ചെരുപ്പ്, ആ ചെരുപ്പിട്ട് നിന്നിട്ട് സാരി ഉടുക്കാൻ തുടങ്ങുക. രണ്ടാമത്, നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ കരുതി വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 സേഫ്റ്റി പിൻ എനിക്ക് ആവശ്യം വരുള്ളൂ. പക്ഷേ എത്ര സേഫ്റ്റി പിൻ വേണോ അതൊക്കെ നിങ്ങൾ കരുതി വയ്ക്കുക. തേർഡ് വൺ, നമ്മുടെ അണ്ടർസ്കേർട്ട് എപ്പോഴും ഇടുന്നത് നമ്മുടെ നേവലിന് താഴെയാക്കിയിട്ട് ഇടുക. അപ്പോൾ നമുക്ക് സാരി എടുത്ത് തുടങ്ങാം കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ സാരി എടുത്തിരിക്കുന്നത്. സമ്മറൊക്കെ അല്ലേ, അപ്പോൾ സമ്മറിലൊക്കെ കോട്ടൺ സാരി ആയിരിക്കും കൂടുതൽ ഉടുക്കുന്നത്. അപ്പോൾ ഞാൻ കോട്ടൺ സാരി എടുത്ത് കാണിച്ചു തരാം. ഏത് സാരി വേണമെങ്കിലും ഉടുക്കാം. സെയിം റൈറ്റ് സൈഡിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇറക്കം കറക്റ്റായിട്ട് താഴത്തേക്ക് നല്ല രീതിയിൽ നിൽക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു റൗണ്ട് ചുറ്റുന്നു. ഒരു റൗണ്ട് ചുറ്റി ഇങ്ങനെ എടുക്കുന്നു. എടുത്ത് ഇത് ഇപ്പുറം വീണ്ടും എടുക്കുന്നു. ഞാൻ ഇന്ന് ഫസ്റ്റ് എപ്പിസോഡിനേക്കാളും ഇന്ന് കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത്. കാരണം കോട്ടൺ സാരിക്ക് പൊതുവേ സമയം വേണം. അപ്പോൾ ഇതിനിടയ്ക്ക് സമയം കൂടുതൽ വന്നാലോ എന്ന് കരുതി ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഫാസ്റ്റായിട്ട് പോവുക. ഫസ്റ്റിൽ നമ്മൾ 1 പ്ലീറ്റ് ഇട്ടിട്ട് സാരി ഉടുത്തത്, ഇപ്പോൾ പ്ലീറ്റ് എടുക്കണം. ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പ്ലീറ്റ് എടുക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ പണി പാളും, പ്ലീറ്റ് കിട്ടില്ല. പിന്നെ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡിലുള്ളതുകൊണ്ടേ, അല്ലെങ്കിൽ സാരി എടുക്കുമ്പോൾ അടിപൊളിയായി പെട്ടെന്ന് അങ്ങോട്ട് കാര്യം നടക്കും. കണ്ടോ, കിട്ടിയില്ല. വീണ്ടും നമുക്ക് എടുക്കുന്നു. 2 എടുക്കുമ്പോൾ ചെറിയ രീതിയിൽ ചെറിയ പ്ലേറ്റ് എടുക്കുക. ഇപ്പം ചെറിയ പ്ലേറ്റ് എടുത്താലാണ് നല്ല ഭംഗി ഉണ്ടാവുക കാണാനായിട്ട്. ഓക്കെ, ഇതെടുക്കുന്നു. നമ്മളിതിവിടെ കൃത്യമായിട്ട് ഇങ്ങനെ ഒപ്പം പിടിക്കണം. ഇവിടെ ആദ്യം പിടിച്ച് നമ്മൾ ജോലിക്ക് മുമ്പ് പിന്നെ കുറച്ചും കൂടെ ഭയങ്കര പെർഫെക്ഷനിലായിരിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈവനിങ് വരെ ഇരിക്കേണ്ടതാണല്ലോ ഈ സാരിയും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, രാവിലെ എണീറ്റ് സമയമൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് പെർഫെക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതെടുത്തു, ഇങ്ങനെ എടുത്തു. വളരെ വൃത്തിക്ക് കുറച്ചിങ്ങനെ ലെങ്ത്ത് കൊടുക്കണം. താഴെ നല്ല രീതിയിൽ ലെങ്തി ആയിട്ട് കിടന്നാലാണ് ഭംഗി ഉണ്ടാവുക. അപ്പം ഞാൻ ഈ സാരി എത്ര ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. പേടയിൽ കൂടെ ഞാൻ കടിച്ചിട്ടൊക്കെയാണ് തുറക്കുന്നത്. കാരണം ഇത് ശീലിച്ചു പോയി, എന്താ ചെയ്യുക, വേറെ വഴിയൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി വരും. വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് മാറ്റം കിട്ടില്ല. ഈ ബ്ലൗസിൻ്റെ കുറച്ചിങ്ങനെ വിട്ടിട്ട് ബാക്ക് സൈഡിലായിട്ട് കുത്തണം. കുത്തി, ഉണ്ടോ, ഏകദേശം നല്ല ഇറക്കമുണ്ടല്ലോ. ഇത്രയും ഇറക്കമൊക്കെ വയ്ക്കണം. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ എടുക്കുന്നു. എടുത്തിട്ട് നമ്മൾ പിന്നെ ഉള്ളതാണ് ഈ ഒരു സ്റ്റെപ്പ്. ഇവിടെ പിൻ ചെയ്തിട്ട് നമുക്ക്
ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും എൻ്റെ ഒരു സാരി രീതി എന്താണെന്ന് വെച്ചാൽ, സാരി ഉടുക്കുന്ന രീതി ഇവിടെ നമ്മളെടുത്ത് വെറുതെ ഒന്ന് കുത്തി കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ പ്ലീറ്റ് എടുക്കുന്നു. ഇവിടെയും പ്ലീറ്റ് എടുക്കുമ്പോൾ വളരെ ചെറിയ പ്ലീറ്റ് എടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സുന്ദരിയായിട്ട് സാരി ഉടുത്ത് ഇറങ്ങാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ചെറിയ പ്ലീറ്റ് എടുക്കുന്നു. ഈ സാരിയിലൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മുടെ എടുക്കുന്ന മെറ്റീരിയൽ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കുറച്ച് സംഭവം ഉണ്ടാവും, പക്ഷെ അത് വിടുക. ഇനി ഒരു പ്ലേറ്റും കൂടെ എടുക്കാൻ ശ്രമിക്കണ്ട. നമ്മൾ ഇത്ര എടുത്ത് വെച്ചിട്ട് ഇവിടെ കൃത്യമായിട്ട് ഇങ്ങനെ പിടിച്ച് ഇവിടെ ആണ് കറക്റ്റായിട്ട് ഈ ഒരു താഴത്തേക്കുള്ള ലെങ്ത്ത് നോക്കുക. മാക്സിമം ഇറങ്ങിയിരിക്കട്ടെ. എന്നിട്ട് നമ്മളൊരു പിന്നെടുത്ത് ഇവിടെ ഈ കുത്തി വെച്ചിട്ടുണ്ട് ഈ സംഭവത്തിന് എടുത്ത് വിട്ടിട്ട് ഇതിന് നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ വെച്ച് ഒരു പിൻ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ആദ്യം സാരി ഉടുക്കുമ്പോൾ ഈ പിന്ന് കുത്താൻ ഭയങ്കര പാടായിരുന്നു. ഇന്ന് വലിയ കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇത് വെച്ച് നമ്മളിവിടെ ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പം ഈ പിന്നിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പ്ലീറ്റ് എടുത്തതിൻ്റെ ഇങ്ങേ അറ്റത്ത് ഇതോട് ചേർന്ന് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നു. പിൻ ചെയ്ത് കൊടുത്തിട്ട് ഇത് മടങ്ങാതെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്തല്ലോ. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. ഇത് അയ്യോ എന്തൊക്കെയാണ് പറയുന്നത്. ഈ പ്ലേറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഇത്രയും ക്ലോത്തിനെ എടുത്തിട്ട് ഇവിടെ തിരികെ വയ്ക്കുന്നു. ഈ സംഭവം ഇല്ലേ, ഇതിപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ വാഷ്റൂമിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ സാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകാനും അറിയാനും ഇതൊക്കെ ഈ കുത്തി വെച്ച സാധനം ചിലപ്പം മേ ബി ഇങ്ങനെ ഊരി വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പിൻ ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ പിന്നെ അനങ്ങൂല. ഇത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു. ഇവിടെ ഈ കിടക്കുന്ന ഈ ഒരു ഏരിയ ഇതിങ്ങനെ ബാക്കിലൂടെ എടുക്കുന്നു. ബാക്കിലൂടെ എടുത്ത് ഇവിടെ കുത്തി വെക്കുന്നു. വെച്ച് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ. ഇതിലെന്താ പറ്റുന്ന കാര്യം എന്നറിയാമോ? നമ്മളിവിടെ ഇത്രയും ചെറിയ പ്ലേറ്റ് എടുത്തിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഈ നമ്മുടെ നേവൽ താഴെയാക്കി കൊടുക്കുന്നത് കൊണ്ടും വയറ് കാണുമോ എന്ന ഒരു സംശയം വരാതെ ഇല്ല. അപ്പോൾ വയറ് കാണും, ചെറുതായിട്ടൊക്കെ കാണും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിയുമ്പോൾ ഒക്കെ കാണും. അപ്പോൾ നമ്മളിവിടെ പ്ലേറ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക. നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇവിടുത്തെ ഈ ഒരു പ്ലേറ്റിൻ്റെ എടുത്തിട്ട് ഇതുമായിട്ട് ഒരു പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വയറ് കാണുമെന്നുള്ള ഒരു പ്രശ്നവുമില്ല. അത് കഴിഞ്ഞു. നമ്മളിനി ഈ ഒരു ലുക്ക്, ഇത് നമ്മൾ പെട്ടെന്ന് കൊടുത്തിട്ട് പോകാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടോ, ഇതിപ്പോൾ എത്ര നമ്മൾ ചില സമയത്ത് ഒതുക്കി വെച്ച് കഴിഞ്ഞാലും കോട്ടൺ സാരിയൊക്കെയാണ് കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുമെങ്കിലും സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉടുക്കുന്ന. കഴിഞ്ഞിട്ട് ഇനി ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. എന്താണെന്നറിയാവോ? കാണിക്കാനുള്ളത്, ഞാൻ നേരത്തെ ടീച്ചറായിരുന്നു. അപ്പോൾ ടീച്ചറായിരുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ സ്റ്റൈലൊന്നുമല്ല, വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. വല്ലാതെ നമുക്ക് ഈ ഒരു ഇവിടെ നിന്നുള്ള ഒരു സംഭവമില്ലേ, ഇതിനെ എടുത്തിട്ട് ഈ ബ്ലൗസിൻ്റെ ഈ ഒരു തുമ്പിൽ ഇവിടെ ഇങ്ങനെ മടക്കും. ഇതിനെ വൃത്തിക്ക് ഒറ്റ ഇതിലേ മടക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ മടക്കിയിട്ട് നമ്മളിവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കും. കാണിച്ചു തരാം. പിൻ ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ടച്ച്, അതായത് നമുക്കൊരു ടീച്ചേഴ്സൊക്കെ കൊടുത്ത് നല്ല വൃത്തിക്ക് പോയിട്ട് പിള്ളേരുടെ മുമ്പിൽ നിന്നിട്ട് നല്ല
സൂപ്പർ ലുക്കിലൊക്കെ നിന്നിട്ട് പഠിപ്പിക്കാൻ പാകത്തിനുള്ള ഇവിടെ ഇങ്ങനെ ഒരു ഭംഗി വരും. സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് തോന്നും. ഇത്രയാണ് കാര്യം, സംഭവം ഇതൊക്കെയാണ്. നമ്മൾ ഇത് എപ്പിസോഡ് 2. നമ്മളപ്പോൾ ഇനി വരുന്ന കുറച്ച് എപ്പിസോഡുകളിലൊക്കെ ഓരോരോ തരത്തിലുള്ള മെറ്റീരിയലുകളായിരിക്കും, പിന്നെ ഓരോരോ രീതിയിലുള്ള സാരി ഉടുക്കലൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്നും മിസ് ചെയ്യരുത്. ഞാൻ വീഡിയോയുടെ ലാസ്റ്റാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവാതെ കാണണം. പിന്നെ ഉള്ള കാര്യം ഇതാണ് ലുക്ക്, ഇതാണ് കാര്യം. അപ്പോൾ ഇത് ഒരു ഓഫീസ് ലുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോകുന്ന ഏതാണെങ്കിലും ഏത് ലുക്കാണെന്നുണ്ടെങ്കിലും പറയാം. അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, സീ യു. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ശരിക്കും സംഭവം എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു സാരിയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനകത്ത് കൂടുതൽ ധരിക്കേണ്ടതെന്നുള്ള കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ കമ്മലാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് കമ്മലിട്ടിട്ട് ഒരു ചെയിനും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. അതാണ് സിമ്പിൾ ലുക്ക്. പക്ഷെ നമുക്ക് കുറച്ചൊക്കെ ഫാഷനായിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മലൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തൊക്കെ ഇട്ട് ഇടാം. ഇപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു റിസ്റ്റ് വാച്ച് കെട്ടുന്നു, ഒരു റിങ്, ഓൺലി 1 റിങ്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിംഗിൾ വള ഇടാം, അല്ലെങ്കിൽ ഒരു ഗോൾഡിൻ്റെ ഒരു കുഞ്ഞു വള ഇടാം. ഇത്രയൊക്കെ മതി. ഇത് ഭയങ്കര നീറ്റായിട്ട് കാണുന്നുണ്ടെങ്കിലും സുന്ദരിയായിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല എലിഗൻ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ധരിച്ചാൽ മതി. ഇത് പറയാനാണ് സംഭവം വിട്ടുപോയത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ടാറ്റ ബൈ ബൈ പറയുന്നു. സീ യു, താങ്ക് യു, ബൈ ബൈ, നമസ്കാരം.